ആരൊക്കെ വന്നാലും എന്റെ മണിക്കുട്ട അണ്ണാ നിങ്ങളെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല ആർക്കും. ആദ്യം ഇവിടെയുള്ള ഓരോ ആൾക്കാരെയും കയ്യിലെടുക്കണം. എന്തേലും മാർഗം ഉണ്ടാക്കാം. അതെങ്കിൽ എനിക്കൊരു കഥ പറയാനുണ്ട്. അത് കുഴപ്പമില്ല, അത് മാറ്റി വെച്ചേ. ഞാൻ പറയട്ടെ. കിഴക്കേ പാടം എന്ന അതിമനോഹരമായ ഗ്രാമം. കേക്കേപ്പാടല്ല, കിഴക്കേ പാടം എന്ന അതിമനോഹരമായ ഗ്രാമം. ആ ഗ്രാമത്തിൽ വലിയൊരു പ്രമാണി. ആ പ്രമാണിയുടെ മകൻ, മൂത്തപുത്രൻ. ആ മൂത്തപുത്രനും പാവപ്പെട്ട കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടിയും തമ്മിൽ അടുപ്പത്തിലാകുന്നു. അടുപ്പത്തിലായതിനു ശേഷം വർഷങ്ങളായി ഇവരെ പ്രേമം ഇങ്ങനെ മുന്നോട്ട് പൊക്കോണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഈ പ്രമാണി എന്ത് ചെയ്യും? ഈ പ്രേമം കണ്ടുപിടിക്കുന്നു. തലേന്ന് വന്ന സംഭവം. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഇവര് തമ്മില് പിരിയുന്നു. അങ്ങനെ വർഷങ്ങളായിട്ട് കാത്തിരിക്കും. അങ്കിള് കേള, അങ്കിൾ അങ്ങോട്ട് കേള്. അങ്ങനെ വർഷങ്ങളായിട്ട് ഈ പ്രണാമിയുടെ മകൻ, പ്രണാമിയിലെ തെറ്റിപ്പോയി, പ്രമാണിയുടെ മകൻ എന്ത് ചെയ്യുന്നു? വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്നു. അങ്ങനെ വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്നു, പ്രേമം പൊളിഞ്ഞല്ലോ. അങ്ങനെ കാത്തിരുന്ന ശേഷം ഈ പെൺകുട്ടി എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് പ്രത്യക്ഷയാകുന്നു. ഈ മറ്റേ പണക്കാരന്റെ മോനില്ലേ, അതാരാന്നറിയോ? മണിക്കുട്ടമാവൻ. ശ്രീകുട്ടി ചേച്ചി. വന്ന് കേറിയില്ല അതിനു മുമ്പ്. അങ്കിളെ, ഞാൻ നേരത്തെ അടുക്കള കയറി പോയപ്പോണ്ടല്ലോ, ഇവര് രണ്ടുപേരും കൂടെ ജനന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് എന്തോ കുശുകുശുക്കുന്നു. എടി പെണ്ണ, അങ്ങനെ ആ പെണ്ണ് ജോലി ചെയ്താന്നല്ല നോക്കിയതായിരിക്കും. പിന്നെ ജോലി ചെയ്താൽ നോക്കണത് ആ ജനലിൽ ഒരു പല്ലി വലിഞ്ഞു പിടിച്ച് കയറുന്ന പോലെ ജോലി ചെയ്താൽ നോക്കണം. നീ ആള് കൊള്ളാലോ. നീ ഒരു 85 വയസ്സുള്ള അമ്മച്ചിമാരെക്കാളും കഷ്ടമാണല്ലോ നീ. ഒരാൾ സംസാരിച്ച ഉടനെ ഒരു കഥ മെനഞ്ഞൊരു ഫുൾ സ്റ്റോറി. പ്രമാണിയും പ്രണാമിയും. അങ്കിൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ജോലി കൊടുക്കാന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് എന്തോ ജോലി കിട്ടിയതിന് ശേഷം ഞാൻ കല്യാണം കഴിക്കുന്നു എന്ന് പറയുന്നു. എല്ലാം കൂടെ ഒന്ന് കണക്ട് ചെയ്തൊന്ന് നോക്കിയാണ്. അപ്പൊ എന്തോ നീ അണ്ണന്റെ ഇളയ മോളെ ഒന്നും തോന്നിയില്ല. ഞാൻ പങ്കായത്തിനടിക്കും. എന്നാ എന്റെ വേറൊരു കഥയുണ്ട്. വേറെ കഥ. മറ്റേ പാവപ്പെട്ട ഒരു കുടുംബത്തിലൊരു പെൺകുട്ടി പ്രണാമിയുടെ മകനുമായിട്ട് എന്നാ പോട്ടെ. നിന്നെ മുട്ട അടിച്ച് പുള്ളി കുത്താൻ പറ്റാത്തറിയാമോ? നീ ഓൾറെഡി പുള്ളി ഉടുപ്പിട്ടോണ്ടിരിക്കണോണ്ടാണ്. ബൈ ബൈ. ഒരു ചെറുകഥാകൃത്ത്. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.